Hey all, welcome back to കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം നമുക്ക് ഇന്നൊരു ചെറിയ ബ്യൂട്ടി ടിപ്സ് ആവാം അല്ലേ. ഇതിന് മുന്നേയൊക്കെ എക്സ്പ്ലനേഷനും റിയാക്ഷൻ വീഡിയോസൊക്കെയാണ്. ഇന്നൊരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വരാം. കൂടുതൽ വലിച്ചു വാരി പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി. ഇത് ഡയറക്റ്റ് എനിക്കറിയില്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം, മുഖത്തിട്ടാൽ ഭയങ്കരമായിട്ട് പൊള്ളും. പക്ഷേ ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് വളരെ നല്ല സാധനമാണ്. മുൾട്ടാണി മട്ടിയൊക്കെ അപ്പോൾ ഒന്നില്ലെങ്കിൽ പാലി ചാലിച്ച് മുഖത്ത് പുരട്ടുക. ഇപ്പോൾ തൽക്കാലം മുൾട്ടാണി മട്ടിയിൽ പുരട്ടി കൂടെ മിക്സ് ചെയ്താണ് ഞാൻ തേക്കാൻ പോകുന്നത്. പിന്നെ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഡയറക്റ്റ് ചില വീടുകളിൽ വളർത്തിയിട്ട് അത് പൊടി ഡയറക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇത് പാക്കിൽ വരുന്നതാണ്, ആയുർവേദ കടകളിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ലതായിരിക്കാം. എന്നാലും കുറച്ചും കൂടെ വിശ്വാസമാവണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് നട്ട് അത് പൊടിച്ചെടുക്കുന്ന ആരുടെയെങ്കിലും അടുത്തുനിന്ന് പച്ചയോ ഉണക്കെ അങ്ങനെ മേടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിവേ, അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള മുൾട്ടാണി മട്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. മുൾട്ടാണി മിട്ടിയാണോ? മുൾട്ടാണി മട്ടി ഇത് ബ്യൂട്ടി ടിപ്സ് പുള്ളക്കുള്ളതല്ല. അയ്യോ, എനിക്കിതിനി കട്ട് ചെയ്യാനും അയ്യോ, എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കേ തമ്പുരാനേ. മൊബൈൽ താഴിട്ട് പോയി ചതിച്ച് എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുക. ഇവിടെ എൻ്റെ കുഞ്ഞാണ്, എൻ്റെ ഓറഞ്ചുമാണേ. ഇത്ര മതിയായിരിക്കും അല്ലേ? മുഖത്ത് തേക്കാനല്ലേ, മേല് മൊത്തം തേക്കാനല്ലല്ലോ. അപ്പോൾ എൻ്റെ മറ്റേ ഈ മൃഗങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വയനാട്ടിലും നമ്മുടെ കണ്ണൂരും അതുപോലെ തന്നെ കാടുള്ള ഏത് ഏരിയയിലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയും കാട് അതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ ശല്യപ്പെടുത്തുകയും അവരുടെ കൃഷിയിടങ്ങളിൽ ശല്യപ്പെടുത്തുകയും അവരുടെ ജീവന് വരെ ആപത്തായിട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാനുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എനിവേ, എനിക്ക് പേടിയുണ്ട് ഇത് പൊള്ളുമെന്ന്. കാരണം കസ്തൂരി മഞ്ഞൾ ഡയറക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളി നാശമായിട്ടുണ്ട്. നമുക്കത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴുകി കളയുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് ലെങ്തി ആക്കാതെ ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറക്ക് നീയും കറക്ക് വേണ്ട കറവേട്ടാ. ലേശം കൂടി ആയാലോ വെള്ളം, ഒരു ലേശം. അപ്പോൾ ഞാൻ ഇതിലൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നും അവരോടൊക്കെ നന്ദി പറയുകയാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാം, കാണുന്നുണ്ട്. പലരും പറയാറുണ്ട് വീഡിയോ കാണാറുണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ള ഒരുപാട് പേര് പറയാറുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ പറയണം. പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണ്, ഇതാണ് നമുക്ക് കണ്ടൻറ്റ്, ഏത് കണ്ടൻറ്റാണ്, എങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചാനൽ ക്യാൻ ബി ടേൺഡ് ഇൻ ടു ദാറ്റ് കണ്ടൻറ്റ്. നമുക്ക് സ്ഥിരം അങ്ങനത്തെ കണ്ടൻറ്റിലേക്ക് തന്നെ നമുക്ക് ആ കണ്ടൻറ്റ് വ്യത്യസ്തമായി, സെയിം കണ്ടൻറ്റ് തന്നെ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത അപ്ഡേറ്റ്സ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയണം. ഇതിപ്പോൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു കേട്ടോ. അത് കാരണം മേലൊക്കെ കഴുകിയിട്ട് പോയി. അപ്പോൾ ഞാൻ കുറി തൊട്ടതാ, അത് പിന്നെ പോണില്ല. എന്നുവെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാ ഞാൻ ആ കുറി തൊട്ടതേ. ധൃതി പിടിച്ചാണല്ലോ എവിടെയും പോകണേ. അപ്പോൾ ധൃതി പിടിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ സ്റ്റിക്ക് കുങ്കുമം കാണില്ല, മറ്റേ പൊടി കുങ്കുമൊക്കെ തീർന്നു, മേടിച്ചിട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ അങ്ങോട്ട് വരയ്ക്കും. മഞ്ഞളാവുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പുരികത്താവാതെ നമ്മൾ നോക്കുവാണെങ്കിൽ, എനിക്കറിയില്ല, പുരികത്തായ രോമത്തിനെ അത് ബാധിക്കുമെന്ന് എനിക്ക് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെൻഷൻ. നമ്മൾ പരമാവധി രോമത്ത് ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും ആവും, അതൊക്കെ. പക്ഷെ പരമാവധി അങ്ങനെ ആവാതിരിക്കുക. അപ്പം ഞാൻ വീട്ടിലിടുന്ന ഒരു പഴയ ബനിയൻ തന്നെ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ അതിലേക്ക് ആയാലും കുഴപ്പമില്ലല്ലോ, അതോർത്തിട്ടാണ്. കടലമ്മ കരഞ്ഞല്ല പെറ്റത്, കണ്ണീരിൻ്റെ കനവല്ല കണ്ടത്,
കടലിൻ്റെ മക്കളാ കടലമ്മ പറ്റതല്ലേ, കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരിൻ്റെ കനവല്ലേ കണ്ടത്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നാടൻപാട്ട് പ്രോഗ്രാമൊന്നും ഇപ്പോൾ പിടിക്കുന്നില്ല. അത് കാരണം ദൈവമേ, ബാക്കി വരുന്നത് കഴുത്തില്ല. അപ്പോൾ അത് അധികം പൊള്ളുന്നില്ല കേട്ടോ. മുൾട്ടാണി മട്ടി തേച്ചത് കൊണ്ട് അങ്ങനെ പൊള്ളലില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാറില്ല. ഇന്നാളൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ ഇങ്ങനെ തേക്കുന്നത്? അപ്പോൾ അതിനുശേഷം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താണ് ചെയ്യാറില്ലാത്ത കാരണം, പിന്നെ അതുമല്ല പ്രത്യേകിച്ച് ക്രീമോ സൺസ്ക്രീമോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടേ മുഖം കരുവാളിച്ച് വല്ലാണ്ട്, ഇപ്പം നല്ല വെയിലല്ലേ, കുടയും കൂടി എടുക്കാണ്ട് പോകുമ്പോൾ കരുവാളിച്ച് വല്ലാത്തൊരു, കരുവാളിക്കുമ്പോൾ എസ്പെഷ്യലി ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എന്നെ സംബന്ധിച്ച് മുഖത്തിനൊരു ഗ്ലേസിങ് എങ്കിലും അത്യാവശ്യം വന്നാൽ മതി. ഇപ്പം നമുക്കെല്ലാവർക്കും വെളുപ്പ് എന്നുള്ളതിനോട് ഇഷ്ടമുണ്ട്. ഞാൻ പലതവണ വീഡിയോസിൽ പറഞ്ഞ് കേട്ടവർക്ക് പിന്നെയും ബോറടിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയുക, വെളുപ്പ് എന്നുള്ളതിനോട് ആർക്കും ഇഷ്ടക്കുറവില്ല. വെളുപ്പൊരു ഭംഗിയാണ്. എന്നാൽ പിന്നെ പോലെ കറുത്ത നിറമുള്ള ആൾക്കാർക്ക് മുഖം ഒന്ന് ഗ്ലേസ് ചെയ്തിരിക്കാനെങ്കിലും ആഗ്രഹം ഉണ്ടാവും. അതായത് ഇപ്പോൾ വല്ലാണ്ട് നിറം വിൽക്കിയില്ല എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ, നന്നായിട്ട് ഇപ്പോൾ എത്ര തേച്ചാലും നന്നായിട്ട് വെളുക്കില്ല എന്നൊരു, വെളുപ്പിന് ഇഷ്ടമാണ്, വെളുപ്പ് കണ്ട അട്രാക്ഷനാണ്, വെളുപ്പ് കണ്ട ഇഷ്ടമാണ്. എന്നാൽ കറുത്തിരിക്കുന്നവർ ഭംഗിയായിരിക്കുന്നത് കാണാനും ഇഷ്ടമാണ്. ഞാൻ ഉൾപ്പെടെ കറുത്തതാണ്. ഇപ്പം ഞാനാണെങ്കിലും ഒരു വൃത്തിക്ക് നടക്കാൻ എനിക്കിഷ്ടമാണ്. എങ്കിലും നമുക്ക്, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പൊതുവെ നമ്മുടെ മുഖം ഒന്ന് ഗ്ലേസായിട്ട്, ഇപ്പോൾ നമ്മൾ പല ഡ്രസ്സ് ഇടുമ്പോൾ മുഖം വല്ലാതെ ഡാർക്കായി ഇരിക്കാതിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ മുഖം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ മുഖം ഡാർക്കായി ഇരിക്കുന്നതുകൊണ്ടല്ല, ആ ഒരു ഡ്രസ്സ്, ആ നിശ്ചിത ഡ്രസ്സ് നമ്മൾക്ക് എങ്ങനെ സ്യൂട്ടാവുന്നു എന്നുള്ളത് നമ്മുടെ മുഖത്തിന് ചിലപ്പോൾ നന്നായിട്ട് മുഖം കറുത്തിരിക്കുമ്പോൾ ചേരുന്ന ഡ്രസ്സുകളുണ്ട്. എന്നാൽ ഓൾമോസ്റ്റ് ഡ്രസ്സും നമുക്കൊരു ഗ്ലേസിങ് നമ്മൾക്ക് ആ ഡ്രസ്സ് ചേരണമെങ്കിൽ നമ്മൾക്കൊരു ഗ്ലേസിങ്, അത് ഈ വെയിൽ കൊള്ളുമ്പോൾ അത് വളരെ വൃത്തികേടായിപ്പോകും. നമുക്കുള്ള ആ ഒരു കളറ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഗ്രേസ്ഫുള്ളായിട്ട് ഒരു ഗ്ലേസിങ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ഭംഗിയാണ്. പക്ഷേ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമുക്കുള്ള നാച്ചുറാലിറ്റി ഒന്ന് വല്ലാണ്ടാണ് പോകുന്നത്. കറുക്കുക എന്നുള്ളതിലല്ല, അത് വല്ലാതെ നമ്മുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ, നമ്മളിപ്പോൾ സൗന്ദര്യം നോക്കി നമ്മൾ വേറെ ഒരു സൗന്ദര്യ മത്സരത്തിന് പോകാനൊന്നുമല്ല, നമ്മളുടെ മുഖത്തിന് ഒരു കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു കരിവാളിപ്പ്, കണ്ണ് കുഴിയിട്ട് പോയ പോലെ മുഖം കാണുമ്പോൾ ഒരു, സത്യം പറയാം, ബി സിൻസിയർലി, എൻ്റെ മുഖം കാണുമ്പോൾ ഒരു പ്രേതത്തിൻ്റെ മുഖത്തിൻ്റെ പോലത്തെ ഒരു അവസ്ഥ. ഞാൻ വെയിൽ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ ഒരു സൺസ്ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ബെറ്ററാക്കാൻ, അതൊക്കെ ഒന്ന് മാറാൻ ഇടയ്ക്ക് ഇതുപോലെ പിന്നെ പറ്റുമെങ്കിൽ നാച്ചുറൽ കണ്ടൻസ് ഉള്ള കാര്യങ്ങൾ വെച്ച്, നിങ്ങൾ കുടുംബിനികളായ ഏത് സ്ത്രീകൾക്കും പറ്റുന്ന നാച്ചുറൽ കണ്ടൻസ് വെച്ചിട്ട്, നിങ്ങളിപ്പോൾ തക്കാളി ആയാലും പഞ്ചസാര ആയാലും കാപ്പിപ്പൊടി ആയാലും തേനായാലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ്, ഇപ്പോൾ എന്നെ കമൻ്റ് ഇടുന്ന ദീപ ശിവൻ ഒരു സജഷൻ, നല്ലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും എൻ്റെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് എന്നല്ല, അതിൻ്റെ ഐറ്റം ഒന്നും നമ്മുടെ കയ്യിലില്ല. നല്ലൊരു ഓഫർ, മുഖത്ത് ഗ്ലേസിങ് കിട്ടാൻ പറ്റിയതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര്, ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ചാൽ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഈ പൊടികൾ. ആയുർവേദ കടയിൽ നിന്നാകുമ്പോൾ കുറച്ച് അത്യാവശ്യം നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇനിയിപ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നു വീഡിയോ, എനിക്കിതിൻ്റെ മുഖത്ത് ഇത് കഴുകി കളഞ്ഞിട്ട് കാണിക്കണ്ടല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്നവർ വെയിൽ കൊണ്ടാൽ ജസ്റ്റ് ഇതുപോലെയുള്ളൊരു കെയർ ചെയ്താൽ, അന്ന് നമ്മളിപ്പോൾ വല്ലാതെ ഒരു ദിവസം വെയിൽ കൊണ്ടു, ആ ഒരു ദിവസത്തേക്ക് വെയിൽ കൊണ്ടത് എല്ലാ ദിവസവും വെയിൽ കൊണ്ടുകൊണ്ട് ആവശ്യമില്ല എന്ന് കരുതുക. ഇത് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നവരെ പറയുന്നതല്ല, വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നവർ, നമുക്ക് പൈസ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ വെയിൽ കൊള്ളുക, മുഖത്തെ സൗന്ദര്യം നോക്കുക എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമല്ല. ആ വെയിൽ കൊണ്ട് ജോലി ചെയ്യാനായിട്ട്, വെയിൽ കൊള്ളുന്നവർ ബുദ്ധിമുട്ടില്ലാത്തവർ ആ ജോലി തന്നെ ചെയ്യണം. അവർക്ക് അവർ സൗന്ദര്യത്തിൻ്റെ ഇതിലല്ല, അവർ കുറച്ചും കൂടി ഉത്തരവാദിത്തപ്പെട്ട് ജോലി ചെയ്യുന്നു. അതിനൊന്നും ഞാൻ പറയില്ല. ഞാനും ഓർക്കാറുണ്ട്, ഞാനൊക്കെ എന്തൊരാളാണ്, എനിക്ക് വെയിൽ കൊണ്ടൊരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. എനിക്ക് മടിയാണ്. വെയിൽ കൊണ്ടൊരു ജോലി ചെയ്താൽ ഞാൻ ചെയ്തു പോകും. ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഗ്യാസ് തീരുമ്പോൾ, ഇപ്പോൾ ഗ്യാസ് തീർന്നിരിക്കുക, നാളേക്ക് എടുക്കുകയുള്ളൂ.
അപ്പം നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തപ്പോൾ ഞാൻ വെയിൽ കൊണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓല മടലൊക്കെ വെട്ടി വെയിലത്ത് തന്നെ വെക്കും. പിന്നെ ആ തുണി അലക്കും. പിന്നെ വെയിൽ കൊണ്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഫുൾ ടൈം വെയിൽ. എന്നാലും ഞാൻ ആദ്യം കൊള്ളാൻ ഒരു മടിയായിരുന്നു. പിന്നെ അത് ആസ്വദിച്ചു, ഈ വെയിലത്ത് തന്നെ നടന്ന് ആസ്വദിച്ച് വെയിൽ ഫുള്ളും കൊണ്ട് കിടന്നു. അപ്പം നമുക്കത് വെയിൽ കൊള്ളുന്നത് ഒരു ദിവസം കൊണ്ടാൽ ചിലപ്പോൾ നമ്മൾ സന്തോഷത്തിൽ പിന്നീട് അത് ആ വെയിൽ കൊള്ളുന്നത് ഒരു കുഴപ്പമേ അല്ല. അതിലൊക്കെ എന്ത് കാര്യം, ഇതൊന്നും അല്ല കാര്യം. നമുക്ക് പൈസ കിട്ടുക, നമ്മുടെ ജോലിയിൽ നിന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അത് കുഴപ്പമുണ്ടായിട്ടല്ല, മുഖം മുഖം കുറച്ചും കൂടെ കരിവാളിക്കാതെ ഇരിക്കണം എന്നുള്ളവരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മുഖം ഇങ്ങനെ ഇപ്പോൾ വെയിൽ ജസ്റ്റ് ഒരു ദിവസം കൊണ്ടു, നമ്മൾ കുറേ ദിവസത്തേക്ക് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ കരുവാളിപ്പ് മാറാൻ കുറച്ച് ദിവസം പിടിക്കും. മേ ബി അന്ന് തന്നെയോ പിറ്റേ ദിവസമോ അന്ന് തന്നെ വെയിൽ കൊണ്ട് വന്ന അന്ന് രാത്രിക്കായാലും നമ്മൾ ഇതുപോലുള്ള ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് കടലമാവ്, മുട്ടയുടെ വെള്ള, തൈര്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പല രീതിയിൽ പല കണ്ടൻസൊക്കെ മിക്സ് ചെയ്തോ ക്യാരറ്റിൻ്റെതോ അങ്ങനെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ അന്നത്തെ വെയിൽ കൊള്ളതിൻ്റെ കരിവാളിപ്പ് അത്യാവശ്യം മാറിക്കിട്ടും. ആ ഒരു പഴയ ഗ്ലേസിങ് തന്നെ വരും. അപ്പോൾ വെളുപ്പ് എന്നുള്ളത് കൊണ്ടല്ല, മുഖത്ത് അത്യാവശ്യം നിറം മുഖത്ത് അത്യാവശ്യം ഒരു ഗ്ലേസിങ് അനുഭവപ്പെടാൻ ഇതുപോലുള്ള ഈ വെജിറ്റബിൾ നാച്ചുറൽ കണ്ടൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, അലോവേറ അങ്ങനെയൊക്കെ ഉള്ളത് ഡെയിലി ചെയ്യുവാണെങ്കിൽ മുഖത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല ഡെയിലി ചെയ്താൽ. അപ്പോൾ നമുക്ക് ആ ഡെയിലി ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോൾ ബി സിൻസിയർലി പറയുവാണ്, എപ്പോഴും ബി സിൻസിയർലി ഞാൻ പറയൂ കേട്ടോ. നമ്മുടെ മുഖം നല്ല ഇതായിട്ടിരിക്കും. മുഖം എപ്പോഴും നമുക്കൊരു നാച്ചുറൽ, നമ്മളിപ്പോൾ പെട്ടെന്ന് കുറേ എന്തെങ്കിലും തേച്ച് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണമല്ല, അങ്ങനെ വെളുക്കുമ്പോൾ നല്ലതാണ്. വെളുപ്പ് ഇല്ലെന്നല്ല, ഞാൻ നേരത്തെ ഒരു ക്രീമൊക്കെ തേച്ച് അങ്ങനെ വെളുത്തിട്ടുണ്ട് മുഖം. നമുക്കെപ്പോഴും വെളുക്കണം എന്നുള്ള ചിന്ത എപ്പോഴും ഉള്ള ഒരു ആളാണ്. ഇപ്പോഴാണ് ഞാൻ കുറേയും കൂടി വെളുക്കുക എന്നുള്ളത്, എപ്പോഴും പെട്ടെന്നൊരു ക്രീം തേച്ച് വെളുക്കുന്നതിലുപരി അതപ്പോൾ ചുണ്ടിനെ എഫക്റ്റ് ചെയ്യും. ശരിക്കും ചുണ്ട് കറുത്തിരിക്കും എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും എന്തെങ്കിലും ചെയ്താലും. അപ്പോൾ അതിലുപരി ഈ നാച്ചുറൽ കണ്ടൻസ് ആകുമ്പോൾ അത് കാലാകാലത്തോളം നമ്മുടെ മുഖത്ത് ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും നല്ലത് നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് നമ്മളുടെ ശരീരത്തിലെ മെലാനിൻ ൻ്റെ അളവ് കുറയുകയും നമ്മുടെ ശരീരത്തിലെ കളറ് കുറച്ചും കൂടെ തെളിഞ്ഞ് നമ്മൾ നിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ അതിനുള്ള വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസ് തന്നെ ചിലത് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല. നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ഒരു കല്യാണമുണ്ട്, ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക, നമുക്ക് നല്ല ഡ്രസ്സിൽ നമ്മുടെ മുഖത്ത് നല്ല ഗ്ലേസിങ് തോന്നാൻ വേണ്ടി നമ്മളെ തലേ ദിവസം ചെയ്യാതെ ഒരാഴ്ച ഇതുപോലുള്ള ഐറ്റംസൊക്കെ വെയിൽ കൊള്ളാതെ, നമ്മൾ ഗ്ലേസിങ് വേണമെന്നുള്ളവർ വെയിൽ കൊള്ളാതിരിക്കുക. വെയിൽ കൊള്ളാതെ ഇങ്ങനെ ഞാൻ അപ്പോൾ പറയും, നിൻ്റെ മുഖം ഇങ്ങനെ എപ്പോഴും കറുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്, നീ എന്തൊക്കെ. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ മുഖം ഗ്ലേസിങ് ആയിട്ട് ഇരുന്നിട്ടുമുണ്ട്. അതുകൊണ്ട് പറഞ്ഞത്, അത് ഓരോരുത്തരുടെ ഒരു ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞതാണ്. ബ്യൂട്ടിയിലല്ല ഒരിക്കലും കാര്യം, മനസ്സിൻ്റെ ബ്യൂട്ടിയിലാണ് കാര്യം. അതിന് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ. പക്ഷെ ഞാൻ അപ്പോൾ ഇത് നോക്കാം, ഒന്ന് വാരി വലിച്ച് സംസാരിച്ച് നിങ്ങളെയൊക്കെ വെറുപ്പിക്കും, കൊല്ലുഞ്ഞല്ലേ ഞാൻ. ഓക്കെ, അപ്പോൾ എന്താ മുഖത്തിൻ്റെ പ്രായമൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ, വേണ്ട വലിഞ്ഞൊക്കെ വന്നാണ്ട. ഇപ്പം ശരിക്കും നല്ല 40 വയസ്സുകളിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 56 വയസ്സ് തോന്നിക്കണം. ഒരു 56 വയസ്സ് ഒരു പ്രായമെന്നോ വയസ്സായെന്നോ അല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഏത് പ്രായത്തിന് അതിൻ്റേതായ മാധുര്യവും സൗന്ദര്യവും ഉണ്ട്. എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് കേട്ടോ പ്രായം കൂടുന്നത്, സത്യമായിട്ടും. അതെ, എനിക്ക് നുണ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് പറയണം. ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴും, സ്റ്റില്ലും എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ നമ്മളത് അംഗീകരിച്ച് പറ്റുള്ളൂ. ജീവിത ചക്രമാണ് പ്രായം കൂടുന്തോറും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എനിവേ 13 മിനിറ്റായി. ഇനിയിപ്പോൾ ഇതൊന്ന് കാണിക്കാനായിട്ട് സമയം വേണമല്ലോ, 10 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുഖത്ത് ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഞാനിനി ഈ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. ബൈ അല്ല, വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹായ്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തു കേട്ടോ, മുഖം വാഷ് ചെയ്തു. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ വാഷ് ചെയ്തിട്ട് നല്ല ചേഞ്ച് ഉണ്ട്, മുഖത്തിന് നല്ല ചേഞ്ച് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അറിയില്ല, മുഖത്തിന് നല്ല വ്യത്യാസമുണ്ട്. നല്ലൊരു കരിവാളിപ്പ് പോയ പോലെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മുഖത്തിന് നല്ല നീറ്റിലുണ്ട്. ഞാൻ ഇത് ഉണങ്ങണതിന് മുമ്പ് വാഷ് ചെയ്ത് കളഞ്ഞു. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ ഇവർ ചിരിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തവർക്കറിയാം, മുൾട്ടാണി മട്ടിയുടെ കൂടെ പോലും നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് തേച്ചാൽ കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് ക്വാണ്ടിറ്റി ഇട്ടു. സത്യം പറയാം, ഉണങ്ങണതിന് മുമ്പ് പെട്ടെന്ന് തന്നെ കഴുകിക്കളഞ്ഞു.
നല്ല ചേഞ്ച് ഉണ്ട്. ഇപ്പോഴും മുഖം നീറിയിട്ട് പോയി. കഴുത്തിലുള്ളത് പിന്നീട് കളയാമെന്ന് ഓർത്തിട്ട്. എന്നാന്ന് വെച്ചാൽ കഴുത്തിൽ പൊള്ളലില്ല. മുഖം നമ്മുടെ നേർത്ത ചർമ്മം ആയതുകൊണ്ട്, മുഖം നേർത്തതായതുകൊണ്ടേ നല്ലതായിട്ട് പൊള്ളുന്നുണ്ട്. പക്ഷേ ഓറഞ്ചിൻ്റെ തൊലി അത് നമ്മൾ അരച്ച് മുഖത്ത് തേക്കില്ലേ, നല്ല എഫക്റ്റാണ്, നല്ല എഫക്റ്റാണ്. പക്ഷേ പ്രാണൻ പോകും, പ്രാണൻ പോകും. നല്ല പഴുത്ത ഓറഞ്ചിൻ്റെ, പച്ചയല്ല പഴുത്ത. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളുന്ന് പറയുന്ന കാര്യം നല്ലതായിട്ട് പൊള്ളും. പക്ഷേ ഞങ്ങളത് തേച്ചിട്ടുണ്ട്. അനീത്തിയുടെ കല്യാണത്തിനാണ് കേട്ടോ. അനീത്തിയുടെ കല്യാണത്തിനാണോ എൻഗേജ്മെൻറ്റിനാണോ എന്നറിയില്ല. തേച്ചിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് തേച്ചു, ഭയങ്കരമായിട്ട് പൊള്ളി. പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ തന്നെ തയ്ച്ചിരുന്നിട്ട്. പക്ഷേ മുഖം നന്നായിട്ട് നല്ല എന്താ പറയുക, കളർ വെച്ച് എന്ന് തന്നെ പറയാം, നിറം വെച്ചു, നല്ലതായിട്ട് നിറം വെച്ചു മുഖത്ത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി കളഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ആ എഫക്റ്റ് മനസ്സിലായി. കാരണം ഇത്രയും ഇത് വ്യത്യാസം, ഇത്രയും ഒരു ഇതിന് മുന്നേ, ഇത് തേക്കണതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. നല്ലതായിട്ട് മാറ്റമുണ്ട്. പക്ഷേ നിങ്ങളത് എടുക്കുമ്പോൾ പാലിലോ തൈരിലോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പാലിലാണ് മിക്കവാറും തേക്കുന്നത്. പാലിൽ ചേർത്ത് തേക്കാൻ നോക്കാം. ഞാൻ ഇനി ചെയ്യുമ്പോൾ പാലിൽ ചേർത്ത് നോക്കും. കാരണം ഇത് ഞാൻ നന്നായിട്ട് ക്വാണ്ടിറ്റി ഇടുകയും ചെയ്തു. മുൾട്ടാണി മട്ടിയുടെയൊക്കെ കൂടെ ആകുമ്പോൾ ലേശം കസ്തൂരി മഞ്ഞൾ ഇട്ടാൽ മതിയായിരിക്കാം. അല്ലെങ്കിൽ പാലിലാണെങ്കിലും ഒരുപാട് ഇടാതിരിക്കുക, കാരണം അത് ഭയങ്കര നന്നായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മുഖത്തിന് ഗ്ലേസിങ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം, നല്ല നീറ്റലുണ്ട്, നന്നായിട്ട് നീറ്റൽ, പൊള്ളലെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല നീറ്റലുണ്ട് മുഖത്ത്. നല്ല നീറ്റൽ സഹിച്ചാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്, വർത്താനം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് വെച്ചാൽ മുഖത്ത് നല്ല കസ്തൂരി മഞ്ഞൾ എപ്പോഴും മുഖത്തിന് നല്ലതാണ്. മുഖത്ത് എപ്പോഴും നല്ലൊരു ഇത് വരുത്തുന്ന സംഭവമാണ് കസ്തൂരി മഞ്ഞൾ ഗ്ലേസിങ്. അത് യൂസ് ചെയ്യേണ്ട വിധമാണ് ഇതാക്കേണ്ടത്. എനിക്കപ്പോൾ ചിലപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവും, അത് ഇതിൽ കമൻറ്റ് ചെയ്യുക. കസ്തൂരി മഞ്ഞൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാവുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നവരുണ്ടാവാം. ഓക്കെ, അപ്പോൾ കൂടുതൽ വലിയ ഇതിലേക്ക് ഇപ്പോൾ തന്നെ വലിയ വോയിസായി. പിന്നെ ഓക്കെ, ബൈ. ഇനി കൂടുതലൊന്നുമില്ല, അടുത്ത ടിപ്പുമായിട്ട് വരാം.